മുനമ്പം വഖാഫ് ഭൂമി കേസിൽ മലക്കം മറിഞ്ഞ് സിദ്ദിഖ് സേഠിന്റെ മകളുടെ മക്കൾ. ഭൂമി വഖാഫല്ലെന്നും ഫാറൂഖ് കോളേജിന് വേണ്ടി ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ മക്കളുടെ അഭിഭാഷകൻ വഖാഫ് ട്രൈബ്യൂണലിൽ അറിയിക്കുകയും ചെയ്തു. മുനമ്പത്തെ ഭൂമി വഖാഫ് ആണെന്നും തിരിച്ചടയ്ക്കണമെന്നും വഖാഫ് ബോർഡിൽ ഹർജി നൽകിയ സുബൈദയുടെ മക്കളാണ് നിലപാട് മാറ്റിയിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് ട്രൈബ്യൂണലിൽ പ്രാഥമിക വാദം ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ വഖാഫ് ബോർഡ്, ഫാറൂഖ് കോളേജ്, മുനമ്പം നിവാസികൾ എന്നിവർക്കൊപ്പം സുബൈദയുടെ മക്കളിൽ രണ്ടുപേരും കക്ഷി ചേർന്നിരുന്നു. അഡ്വക്കേറ്റ് സജീദാണ് ഇവർക്ക് വേണ്ടി ഹാജരായത്. ഫാറൂഖ് കോളേജ് അധികൃതരുടെയും മുനമ്പം നിവാസികളുടെയും അതേ നിലപാടാണ് ഇതുവരെ വഖാഫ് ഭൂമി എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മുനമ്പത്തേത് വഖാഫ് ഭൂമിയാണെന്ന നിലപാടാണ് ഇവർ പറവൂർ കേസിലും ബോർഡിന്റെ സീറ്റിലും അടക്കം ഇതുവരെ നടത്തിയത്. ഭൂമി തിരിച്ചെടുക്കണമെന്നും ഇവർ പറഞ്ഞിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ മാറ്റമെന്ന് അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ അനന്തരാവകാശികൾക്ക് അങ്ങനെ നിലപാട് മാറ്റാമെന്നായിരുന്നു മറുപടി. സിദ്ദിഖ് സേഠിന്റെ മക്കളുടെ ഈ നിലപാട് മാറ്റം ഫാറൂഖ് കോളേജിനും മുനമ്പം നിവാസികൾക്കും സഹായകമാകുന്നുണ്ട്. ഇതുവരെയുള്ള നടപടികളിൽ മുനമ്പത്തേത് വഖാഫ് ഭൂമിയാണെന്ന നിലപാട് സ്വീകരിച്ചവർ അതിൽ നിന്ന് മാറിയതിനെ ട്രൈബ്യൂണൽ എങ്ങനെ കാണും എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം കേസിന്റെ കക്ഷി ചേർന്ന സിദ്ദിഖ് സേഠിന്റെ മറ്റു ബന്ധുക്കൾ ഭൂമി വഖാഫ് ആണെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആധാരത്തിൽ 2 തവണ വഖാഫ് എന്ന് പരാമർശിച്ചതും ദൈവനാമത്തിൽ ആത്മശാന്തിക്കായി സമർപ്പിക്കുന്നതായി പറഞ്ഞതും ഉന്നയിച്ചുകൊണ്ട് ഭൂമി വഖാഫ് തന്നെയാണെന്ന് ഇന്ന് ട്രൈബ്യൂണലിൽ ബോർഡ് വാദിച്ചു. എന്നാൽ ഇതിനെ എതിർത്ത ഫറൂഖ് കോളേജ് മുനമ്പത്തേത് വഖാഫ് ഭൂമിയല്ലെന്ന് ആവർത്തിച്ചു. ക്രയവിക്രയ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കാനുള്ള നിബന്ധനയും ഉള്ളതിനാൽ ഭൂമിയെ വഖാഫായി പരിഗണിക്കാനാവില്ലെന്ന് ഫറൂഖ് കോളേജിനായി ഹാജരായ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട്. മുഹമ്മദ് സിദ്ദിഖ് സേഠ് ഫാറൂഖ് കോളേജിന് വേണ്ടി ഭൂമി വഖാഫായി നൽകിയ ആധാരമാണ് ജസ്റ്റിസ് രാജൻ തട്ടിൽ പ്രധാനമായും പരിശോധിച്ചത്. ഫാറൂഖ് കോളേജ് ഇസ്ലാമിക സ്ഥാപനമോ ജീവകാരുണ്യ സ്ഥാപനമോ അല്ലെന്നും അതിനാൽ അവർക്കായി ഭൂമി നൽകിയതിനെ വഖാഫായി പരിഗണിക്കാനാവില്ലെന്നുമാണ് മുനമ്പം നിവാസികളുടെ അഭിഭാഷകൻ വാദിച്ചത്. വാദം നാളെയും തുടരും. നാളെ പറവൂർ സബ് കോടതിയുടെ വിധിയും ഹൈക്കോടതിയുടെ വിധിയും പരിശോധിക്കുകയും ചെയ്യും. തുടർച്ചയായി വാദം കേട്ട് ഒരു വിധി പുറപ്പെടുവിക്കാനാണ് ജഡ്ജി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.